എവറിവൺ മക്കളെ, നമുക്ക് ഇനി 3 ദിവസം മാത്രമാണ് NMMSന് മുമ്പിലുള്ളത് അല്ലെ. ഈ 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് NMMS നേടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാകും 3 ദിവസം കൊണ്ട് ഒരു മാജിക്കിലൂടെ നമുക്ക് NMMS നേടാനുള്ള ട്രിക്കുമായിട്ടാണ് എക്സാൻവൈ ലേണിംഗ് വന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 3 ദിവസം 72 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അതിലെ കുറച്ച് ഉറക്കങ്ങളും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാലും നല്ലൊരു സമയം, ഏകദേശം ഒരു 45 അല്ലെങ്കിൽ ഒരു 50 മണിക്കൂർ നമുക്ക് സമയം കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ. അതിൽ നിന്നും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയാലും ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം നമ്മളൊരു 6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 18 മണിക്കൂർ മുതൽ ഒരു 20 മണിക്കൂർ വരെ എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. ഈ 20 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 20 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെ ഫുൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഓടിച്ചുള്ള ഒരു റിവിഷൻ. നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്, നിങ്ങൾ ഷോർട്ട് നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് റിവൈസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണ് എന്ത്, ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്നുള്ളത്. കാരണം ഒരു മുഴുവൻ വീഡിയോ കണ്ടു തീർക്കാനോ ഒരു ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സുകളും പിന്നെ ടെക്സ്റ്റ് ബുക്കും വായിച്ചു തീർക്കാനും സമയം ഉണ്ടാവില്ല. അവിടെ റിവിഷൻ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓൾറെഡി ലേൺഡ് ടോപ്പിക്സ് ആണ്. ഒരു പുതിയ ടോപ്പിക് ഇനി പഠിക്കാൻ പോകരുത്, ഒരു പുതിയ ടോപ്പിക് ഇനി പഠിക്കാൻ പോകണ്ട. പകരം ഓൾറെഡി പഠിച്ച ടോപ്പിക്കിന് എന്ത് ചെയ്യുക, നിങ്ങൾ 1 or 2 ടൈമിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് റിവിഷൻ നടത്തുക. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും നിങ്ങൾ ഉണ്ടാവണം, നമ്മുടെ കയ്യിൽ വേണം. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പഠിക്കലല്ല, കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. രണ്ടാമത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മാക്സിമം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ എക്സാൻവൈ ലേണിംഗ് തന്നെ നമുക്കറിയാം, ഒരുപാട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസുകളും അതേപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ നമ്മുടെ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി ചാനലിലൊക്കെ ഡെയിലി വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് വേഗത്തിൽ ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തുള്ളത്. മൂന്നാമത്തുള്ളത്, നമുക്ക് ആ എക്സാം പാറ്റേണിനെ കുറിച്ച് ഇനിയും ഒരു ഐഡിയ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. എത്ര ക്വസ്റ്റ്യൻ ആണ് മാറ്റ്, എത്ര ക്വസ്റ്റ്യൻ ആണ് സാറ്റ്, അതിൽ തന്നെ സയൻസ് എത്ര വരുന്നുണ്ട്, മാത്സ് എത്ര വരുന്നുണ്ട്, ഓരോന്നിനെ കുറിച്ചും അറിയാത്തവരുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒരു ഐഡിയ വേണം. മറ്റേത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനായിരുന്നു ഓൾറെഡി എക്സാൻവൈ ലേണിംഗ് കഴിഞ്ഞ മാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തിയ മോഡൽ എക്സാം 10,000-ഓളം കുട്ടികൾ എഴുതിയ ആ മോഡൽ എക്സാം നമ്മൾ അതിനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എഴുതിയവർക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു രീതി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അത് ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നല്ലൊരു ടൈം സ്ട്രാറ്റജി ഉണ്ടാവണം ഓരോ ചോദ്യങ്ങൾക്കും. നിങ്ങൾക്കറിയാം അല്ലെ, ഇത്ര സമയമുണ്ട്, അതിൽ നമുക്ക് 90 ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമുക്ക് വളരെ സ്പീഡാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു പുതിയ അറിവ്, പുതിയ ടോപ്പിക് പഠിക്കലല്ല, വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പൊ ബയോളജി പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ സ്പീഡ് ചെയ്യാൻ പറ്റണം, കാരണം 1 ടേമോ 2 ടേമോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഫിസിക്സ് ആണെങ്കിലോ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റണം. അപ്പൊ ആലോചനയുടെ സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമുക്ക് നോക്കണം. അതിന് സ്പീഡ് കുറവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, മാത്സ് ഒക്കെ സ്പീഡ് ചെയ്യാനുള്ള സ്കില്ല് കുറവാണെങ്കിൽ അർത്ഥം എന്താ, ആ ടോപ്പിക് പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻസ് നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 20 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 25 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ബട്ട് ദ റിയാലിറ്റി ഈസ്, ഏറ്റവും നല്ല റിയാലിറ്റി ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഒരു സാധനം പുതുതായി പഠിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, NMMS ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കറക്കെ കുത്തിക്കാണ്ട് നമുക്ക് NMMS ക്രാക്ക് ചെയ്യാന്നുള്ള സംഗതി ഇമ്പോസിബിൾ ആണ്. ഒരു ഐഡിയയും ഇല്ലാതെ ഇപ്പോൾ ഇരുന്നു കൊണ്ട് ഒരു പുതിയ കാര്യം പഠിച്ചു തുടങ്ങിയാൽ NMMS ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതി ഇത് ആക്ച്വലി എ ലോങ് ടേം പ്രോസസ്സാണ്. 3-4 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കുട്ടിയും ഇന്ന് തുടങ്ങുന്ന ഒരു കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടാകും. സോ ഈ ലോങ് ടേം പ്രോസസ്സിൽ നമ്മൾ കുറേ മുമ്പ് തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സാമുകൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി അതിലുള്ള പ്രശ്നങ്ങളെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കുട്ടിക്ക് മാത്രമാണ് NMMSൽ എന്ത് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതിനായിരുന്നു എക്സാൻവൈ ലേണിംഗ് ഒരുപാട് വീഡിയോസിലൂടെ മെൻറ്റി ക്വിസുകളിലൂടെ നിങ്ങളുമായിട്ട് ഒരുപാട് കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ NMMS എക്സാം എന്ത് ചെയ്യുക, അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.